ഹലോ, സുഖമാണോ? മഞ്ജുഷയാണ്. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ സുഖമായിട്ടിരിക്കണമെന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ സുഖമാണ് എന്ന് ടൈപ്പ് ചെയ്യുമോ? അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു സമാധാനം. ഓക്കെ, അങ്ങനെയല്ലേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പോവുള്ളൂ. അപ്പോൾ നമ്മുടെ 50 ഡേയ്സ് ചലഞ്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇടയ്ക്ക് ചെറിയ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് വീഡിയോസ് തമ്മിൽ, അതെനിക്കറിയാം. അത് മനഃപൂർവ്വമല്ല, ചെറിയ തിരക്കുകൾ കൊണ്ടൊക്കെയാണ് വരുന്നത്. നമ്മുടെ ജോലിക്കാര്യം കൂടെ വരുന്നത് കൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. പക്ഷേ നമ്മൾ 50 ഡേയ്സ് ചലഞ്ച് ഞാൻ പ്രോമിസ് ചെയ്തതുപോലെ തന്നെ നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഗ്യാപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം പ്രാക്ടീസ് ചെയ്താൽ മാത്രം കൈവഴങ്ങുന്ന ഒന്നല്ല ഇത്. നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കത് നമ്മുടെ കയ്യിലൊന്ന് ഒതുങ്ങി കിട്ടുക. നല്ല ഭംഗിയായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് നമ്മൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുമോ അത്രമാത്രം നമുക്ക് ആ ഒരു പിക്ചർ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പ്രോമിസ് ചെയ്തതുപോലെ 50 ഡേയ്സ് ചലഞ്ചിലെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കും. അപ്പം അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് വിഷു വരികയാണ്. വിഷുവിന് നിങ്ങൾക്കൊരു ഗിഫ്റ്റുണ്ട്. ഗിഫ്റ്റ് തരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 20,000-ന് മേലെയായി. അപ്പോൾ അത് എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഈ 50 ഡേയ്സ് ചലഞ്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ആളുകളുടെ എണ്ണം ഒരുപാട് കൂടി. നമ്മൾ ചാനലിൽ വ്യൂ ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് കൂടി. അതിനൊരുപാട് നന്ദിയുണ്ട്. ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ് കേട്ടോ. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനൽ ഇത്ര നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയും വളരട്ടെ. അപ്പം ഞാൻ വളരുന്നതിൻ്റെ ഒപ്പം ഞാൻ നിങ്ങളെയും കൂടെ അതിന് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെയും പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 50 ഡേയ്സ് ചലഞ്ച് ഇങ്ങനെ തന്നെ പോട്ടെ. നമ്മൾ ഒരു പിക്ചർ മാത്രം ഞാൻ ഇനി പഠിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്ര നാളും ഞാൻ ഒരു പിക്ചർ പഠിപ്പിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം എപ്പോഴും ഞാൻ എൻ്റെ താല്പര്യമാണ് ഓർത്തതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം എല്ലാം ഒരുമിച്ചേ പഠിപ്പിക്കുള്ളൂ. ഒരാൾ പഠിക്കാനായിട്ട് ചേരുമ്പോൾ ഞാൻ ഫുൾ കോഴ്സ് ചേർത്ത് പഠിപ്പിക്കുകയുള്ളായിരുന്നു. അതായത് എല്ലാ മെഷർമെൻറ്റ്സും എല്ലാ കാര്യങ്ങളും ചേർത്ത്. അപ്പം അതിനകത്ത് ഒരുപാട് പേര് ഒരു പിക്ചർ പഠിപ്പിക്കുമോ, എനിക്ക് ഒരു ഗണപതി മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ കൃഷ്ണൻ മാത്രം പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ട്. അപ്പം ഞാനത് പഠിപ്പിക്കില്ലായിരുന്നു. അങ്ങനെ പഠിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഞാൻ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ 50 ഡേയ്സ് ചലഞ്ചൊക്കെ വെച്ചപ്പോൾ ഒരുപാട് പേര് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും, എല്ലാവർക്കും അല്ല, ചിലർക്ക് ഒരു പിക്ചർ പഠിച്ചാൽ മതി. അപ്പം ഫുള്ള് പഠിപ്പിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയും അത് എനിക്കിപ്പോൾ നമുക്ക് അത്രയും സമയം സ്പെൻഡ് ചെയ്യാനില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ പഠിപ്പിക്കില്ല എന്നുള്ളൊരു വാശിയല്ല കേട്ടോ. ഞാനത് പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടില്ല. ഞാൻ എങ്ങനെ പഠിപ്പിക്കും, കുറച്ച് കാര്യങ്ങളല്ലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്ത കൊണ്ടാണ് ഞാൻ അങ്ങനെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി ഞാനത് മാറ്റിവെച്ചു. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ ലൈവ് ക്ലാസ്സും എടുക്കുന്നുണ്ട്. ലൈവായിട്ടും ഞാൻ ഓരോ പിക്ചറായിട്ട് പഠിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. വർക്ക്ഷോപ്പ് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. വർക്ക്ഷോപ്പ് നടത്തുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ വിഷു കൈനീട്ടം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു April 15-നാണ് വിഷു വരുന്നത്. അപ്പോൾ അതിന് മുന്നേ ഒരു പിക്ചർ കംപ്ലീറ്റ് ആക്കാമെന്നുള്ള രീതിയിൽ ഞാനൊരു ക്ലാസ് അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഞാനിതിൽ നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ പഞ്ചതാലത്തിലാണ് പിക്ചർ വരയ്ക്കാനായിട്ട് പോകുന്നത്. ഗണപതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഗണപതിയല്ല, കൃഷ്ണനെ വേണമെങ്കിൽ, ഉണ്ണിക്കണ്ണനെ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയും നമുക്ക് ക്ലാസ് എടുക്കാം. 2 ക്ലാസ്സായിട്ട് മുന്നോട്ട് പോവാം. അപ്പം ലൈവ് പ്ലസ് റെക്കോർഡഡ് ആയിട്ടായിരിക്കും ക്ലാസ് തരിക. ലൈവ് ക്ലാസ് ഉണ്ടാവും. ലൈവ് ക്ലാസ്സിൻ്റെ കൂടെ റെക്കോർഡ് തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ സമാധാനമായിട്ട് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊന്ന് റെഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ റെക്കോർഡ് നോട്ട്സ് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. റെക്കോർഡ് നോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ലൈവ് പ്ലസ് റെക്കോർഡ് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഫീ വന്നിട്ട് 1499 ആണ് കേട്ടോ. അപ്പോൾ ഇത് ഗിഫ്റ്റ് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഫീസും ഞാനും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും പോകുന്നില്ല. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് പോലെയായിട്ട്, കാരണം നമ്മളതിനകത്ത് താലമാന പ്രമാണത്തിലെല്ലാം പഠിക്കുന്നുണ്ട്. എല്ലാം ആ പിക്ചറിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് പഠിച്ച് തന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. താല്പര്യമുള്ളവർ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് പിക്ചേഴ്സ് കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കുറച്ച് ക്ലാസ്സുകളിൽ എടുത്തിട്ടുള്ള പിക്ചേഴ്സാണ്. എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഗണപതി ആണെങ്കിൽ എങ്ങനെയാണ് ആ ഫേസിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്, ബോഡി മെഷർമെൻറ്റ് വരുന്നത് എങ്ങനെയാണ്, ഓർണമെൻറ്റ്സ് എല്ലാം നമ്മൾ ആ പിക്ചറിന് വേണ്ട എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പഠിച്ച് തന്നെയാണ് ക്ലാസ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക. ഇനി വേറൊരു കാര്യം കൂടെ, ഞാൻ ഈ പറയുന്ന ഫീസിൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമോ എന്ന് ഡൗട്ട് വരുന്നവരും ഉണ്ടാവും. എല്ലാം പഠിപ്പിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഗിഫ്റ്റായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു പിക്ചർ വരയ്ക്കാനായിട്ടുള്ള എല്ലാ മെഷർമെൻറ്റ്സും എല്ലാ നോട്ട്സും എല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വേഗം മെസ്സേജ് അയയ്ക്കുക. ഓക്കെ.
ഞാൻ വരച്ചിരിക്കുന്ന കുറച്ച് ഗണപതിയുടെ പിക്ചേഴ്സ് കാണിച്ചു തരാം. ഇത് ക്ഷിപ്ര ഗണപതിയാണ്. അപ്പം നമ്മൾ ഇവിടെ പിക്ചർ വരയ്ക്കുവാനായിട്ട് പോകുന്നത് ധ്യാന ശ്ലോക പ്രകാരമാണ്. ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഭഗവാനെ വരയ്ക്കുന്നത്. അപ്പം ആ ശ്ലോകം ഏതാണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും എങ്ങനെയാണ് ധ്യാന ശ്ലോക പ്രകാരം വരയ്ക്കേണ്ടതെന്നും എല്ലാം നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ക്ലാസ്സിൽ ചേരുന്ന സമയത്ത് ഏത് ശ്ലോകമാണെന്നുള്ളതും അതിൻ്റെ അർത്ഥം എല്ലാം ഞാൻ ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം മെസ്സേജ് താല്പര്യമുള്ളവരൊന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം. പിന്നെ 50 ഡേയ്സ് ചലഞ്ചിലെ ഹോംവർക്ക് എല്ലാം ഈ വീഡിയോ കാണുന്നവർ ചെയ്യുക കേട്ടോ.